അതാണ് ഹരി. ഈ ആക്രമണം നടത്തുന്നതിന് മുൻപ് അപ്പോൾ ഈ പെൺകുട്ടികളും ഈ പ്രതിയും തമ്മിൽ ഒരു വാഗ്വാദം ഉണ്ടായിട്ടുണ്ട്. അതോടുകൂടി ഇയാൾ ശക്തിയിൽ ആഞ്ഞു ചവിട്ടുകയായിരുന്നു എന്ന് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും വിനീത, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇക്കാര്യത്തിൽ രണ്ടു പെൺകുട്ടികളും പ്രതിയോട് അവിടെ നിന്ന് പുകവലിക്കരുതെന്നും പുകവലിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് പരാതിപ്പെടേണ്ടി വരുമെന്നുമുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അതോടുകൂടിയാണ് ഈ പ്രതി പ്രകോപിതനാകുന്നത് എന്നുള്ള കാര്യം അവിടെ വ്യക്തമാണ്. അതായത് പ്രതിയോട് ആദ്യം മര്യാദയ്ക്കാണ് അവിടെ നിന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ പുകവലിക്കരുത് എന്ന് ഈ കുട്ടികൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ അപ്പോഴും പ്രതി അത് കേട്ടില്ല, അവിടെ നിന്ന് തന്നെ പുകവലിച്ചു. മാത്രമല്ല ഈ പെൺകുട്ടികളുടെ അടുത്തേക്ക് പുകവലിച്ചുകൊണ്ട് ചെല്ലുകയായിരുന്നു എന്ന്, കൂടുതൽ അടുത്തടുത്ത് വരികയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് പെൺകുട്ടികൾ അത് പരാതിപ്പെടും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി കൊടുക്കുന്നത്. അതോടുകൂടിയാണ് പ്രതി അവിടെ പ്രകോപിതനായിക്കൊണ്ട് ഈ കുട്ടികളെ ചവിട്ടി താഴേക്കിടുന്ന ഒരു സമീപനത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിലേക്ക് അവിടെ എത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. മാത്രമല്ല പ്രതി വലിയ രീതിയിൽ മദ്യപിച്ചിരുന്നു. അത് 2 ബാറുകളിൽ നിന്ന് മദ്യപിച്ച ശേഷമാണ് തൊട്ടു പിന്നാലെ ട്രെയിനിൽ കയറുന്നത് എന്നുകൂടി അവിടെ വ്യക്തമാണ്. അതായത് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്, മൊത്തത്തിൽ ഒരു ക്രിമിനൽ മാനസിക നിലയുള്ള ആളാണ് എന്നുള്ള കാര്യം ഇതോടുകൂടി വ്യക്തമാവുകയാണ്. മാത്രമല്ല അവിടെ കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വാതിൽപ്പടിയിൽ ഇരുന്ന കുട്ടികളെ ചവിട്ടുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. അതായത് മറ്റേതെങ്കിലും നിലയ്ക്ക് ആക്രമിക്കുകയോ ഒന്നുമായിരുന്നില്ല. അവിടെ വാതിൽപ്പടിയിൽ ഇരിക്കുന്നു, അവിടെ നിന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ പുറത്തേക്ക് വീഴുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടുകൂടിയാണ് പ്രതി അവിടെ ചവിട്ടിയത് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് അവിടെ വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയത് എന്നുള്ളതാണ്. എന്തായാലും പ്രതിയെ സംബന്ധിച്ച് മുൻകാല പശ്ചാത്തലം കൂടി പരിശോധിച്ച ശേഷമാണ് കോടതിയിൽ ഇന്നലെ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ കേസുകൾ എന്തെങ്കിലും പ്രതിക്കെതിരെ ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കുന്നുണ്ട്. അതായത് നേരത്തെ ഈ മർദ്ദനം അടക്കമുള്ള ഈ പോക്കറ്റടി അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നേരത്തെ ഇന്നലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇയാൾക്ക് കൂടുതൽ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ നിലവിൽ പരിശോധിക്കുന്നുണ്ട്. കാരണം അത്തരത്തിൽ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ അത്തരത്തിൽ ചില കാര്യങ്ങൾ പോലീസിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും പ്രതിയുടെ മേൽ 6 വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. വിനീത. ശരി, ഹരിമോഹനും ടി വി പ്രസാദുമാണ് വിവരങ്ങൾ നൽകിയതായാലും യുവതിയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. അവർ ചികിത്സയിൽ തുടരുന്നു. സഹോദരി ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: പുകവലി ഈ പെൺകുട്ടികൾ ചോദ്യം ചെയ്തതുകൊണ്ടാണ് വലിയ പ്രകോപനമായതും അതിനു മുൻപ് തന്നെ ഇയാൾ മദ്യപിച്ചാണ് ട്രെയിനിൽ കയറുകയും ചെയ്തിരിക്കുന്നത്. പ്രസാദ്, ഈ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും ആശങ്കയോടെ തന്നെ തുടരുകയാണ്. ഇയാളെ ഇനി ട്രെയിനിൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഈ അക്രമം നടന്ന സ്ഥലത്ത് ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിനുള്ള നീക്കം കൂടിയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല ഇയാൾ മദ്യപിച്ച ബാറിലൊക്കെ തന്നെയും വിവരശേഖരണം നടത്തുകയും വേണം, അല്ലേ? അത് തന്നെയാണ്. അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് പെൺകുട്ടിയുടെ ആരോഗ്യനില ഉള്ളത് എന്നുള്ളതാണ് ഡോക്ടർമാരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആദ്യ ദിവസം രാത്രി നേരിയൊരു പുരോഗതി ഉള്ളതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് ശരിയല്ലെന്നും ഗുരുതരമായ ആരോഗ്യസ്ഥിതിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. വിഷയത്തിൽ ആ ദിവസം തന്നെ രാത്രി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇടപെട്ട് അടിയന്തരമായ വൈദ്യസഹായം, എത്രയും മികച്ച വൈദ്യസഹായം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണം എന്ന നിർദ്ദേശവും കൊടുത്തിരുന്നു. അതിൻ്റെ കൂടി ഭാഗമായിട്ട് വലിയൊരു ടീമിനെ തന്നെയാണ് ഇതിനുവേണ്ടി നിയോഗിക്കുകയും ചെയ്ത് ആശുപത്രിയുടെ അധികാരികൾ. ആ രീതിയിൽ ചികിത്സ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷേ കാര്യമായ പുരോഗതി ഇതുവരെയും പറയാനായിട്ടില്ല എന്നുള്ളതാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാരിൽ നിന്ന് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ മറ്റ് തലങ്ങളിലേക്ക് ഇത് കൊണ്ടുപോകേണ്ടതുണ്ട്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ഈ സ്ഥലത്തുൾപ്പെടെ എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇനിയിപ്പോൾ സുഹൃത്തായ കുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തണം. ഇനിയിപ്പോൾ മാത്രമല്ല ഈ പ്രതിയുടെ സുഹൃത്ത് ഇതിലൊരു നിർണായക സാക്ഷിയാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഈ സുഹൃത്തായ സാക്ഷി ഇതെല്ലാം കണ്ടിട്ടുണ്ടാകും എന്ന കാര്യവും വ്യക്തമാണ്. മാത്രമല്ല രണ്ടാമത്തെ കുട്ടിയുടെ സുഹൃത്ത് അർച്ചന രക്ഷപ്പെട്ട സാഹചര്യത്തിൽ അർച്ചനയുടെ മൊഴി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാകും. അർച്ചനയാണ് പോലീസിനെ സംബന്ധിച്ചുള്ള പരാതി നൽകുകയും ചെയ്ത്. എന്തായാലും കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇനിയിപ്പോൾ വിനീത പറഞ്ഞതുപോലെ പ്രതിയെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസിന് കടക്കണം എന്നുള്ളതാണ്. ശരി, ടി വി പ്രസാദും ഹരിമോഹനും വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഞെട്ടിക്കുന്ന അതിക്രമമാണ് ട്രെയിനിൽ ഉണ്ടാകുകയും ചെയ്തത്. സംസ്ഥാനത്തെ ട്രെയിൻ യാത്രക്കിടയിലെ സുരക്ഷയൊക്കെ തന്നെ ചോദ്യചിഹ്നമാകുന്ന രീതിയിലാണ് ഓരോ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും.